ആക്ഷൻ. അകലാണ്ട മണ്ടാരമണി ചൊരുക്കി അതിലുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ബാക്കി അറിയണമെങ്കിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ആണ്, ബിജോയുടെ +2 റിസൾട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് +2 റിസൾട്ട് ലേറ്റ് ആയെന്നുള്ളത്. +2 റിസൾട്ട് നമുക്ക് വേണേൽ നേരത്തെ ഇടായിരുന്നു, പക്ഷെ ഇത് സേയുടെ ആണ്. കാരണം ബിജോയ് ഒന്ന് പൊട്ടിക്കാൻ പാടേ അന്ന് സ്റ്റക്കായി അഴുക്ക വ്യക്തികള് ബിജോയ് +2 സേയുടെ എക്സാം എഴുതിയിരിക്കുകയാണ്. കാരണം എത്ര സബ്ജക്ട് ഇവിടെ? ഒരെണ്ണം. പക്ഷെ എന്റെ ഒരു കണക്ക് വെച്ചിട്ട് ഇവൻ എങ്ങനെ പോലും ഒരു 4 സബ്ജക്ട് പോകുമെന്നുള്ളതായിരുന്നു എന്റെ ഒരു ഇത്. തോക്കുമെന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കാരണം ഇവൻ പഠിക്കുന്നില്ല, വളരെ പഠിക്കില്ല, ഒരു അക്ഷരം പഠിക്കില്ല. പിന്നെ എന്തൊരു 8 മാർക്കിലാണ് തോറ്റത്. ഇപ്പൊ 1 മാർക്കിനായാലും 2 മാർക്കിനായാലും തോൽവി തന്നെയാണ്. അതിൽ 8 എന്നുള്ളതിന് പറയുമ്പോ നിനക്ക് അയ്യോ ഞാൻ മിണ്ടണില്ല. കണ്ടോന്മാരെ വാലിലും തൂങ്ങി കറങ്ങി നടന്ന നീ, ഞാൻ കണ്ടോണ്ടിരിക്കണേണ് നീ പഠിക്കാതെ കറങ്ങി കൊണ്ട് നടക്കണം സ്കൂളിൽ പോവാതെ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആവാടാ, അതാണ് നല്ലത്. ഞാൻ വന്നാ നീ പഠിക്കും, അതിനുള്ള കഴിവില്ല അവന്. ഞാൻ കാണിച്ചില്ല. ഇവൻ തോറ്റയിലെനിക്ക് സത്യം പറഞ്ഞ ഒരു അത്ഭുതമില്ല. കാരണം ഞാനടക്കം എല്ലാവരും ടാർസൻ ആയിരുന്നാലും എല്ലാവരും ആയിരുന്നാലും 5 അല്ലെങ്കിൽ 4 സബ്ജക്ട് പോകുമെന്നുള്ളതാണ് എന്റെ ഒരു ഊഹമായിരുന്നു. പക്ഷെ ഒന്നേ പോയുള്ളൂ. അതിലാണ് എനിക്ക് എന്നെ അത്ഭുതപ്പെട്ടത്. ഒന്നേ പോയുള്ളൂ, അതിലാണ് എനിക്ക് അത്ഭുതപ്പെട്ടത്. അതിൽ ഞാൻ ഇവനെ കൺഗ്രാറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് 4 മണിക്കാണ് റിസൾട്ട്. നമ്മളെല്ലാ കൂട്ടുകാരന്മാരും +2 ഒക്കെ ജയിച്ചവരാണ്. തോറ്റ ഒരാൾ ആദ്യമായിട്ടാണ്. കാരണം അപ്പൊ വീട്ടിലത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? വീട്ടിലത്തെ അവസ്ഥ തന്നെ ഞാൻ എഴുതിയപ്പം ആദ്യം പറഞ്ഞു പിന്നെ തോക്കൊന്ന് വെയിറ്റ് ചെയ്യും. ഇവര് ട്വിൻസ് ആണ്. ഇവനൊരു ട്വിൻസ് അനിയത്തി കൂടി ഉണ്ട്. അവള് ജയിച്ചു. അവള് പഠിക്കും. ഞാൻ ഇടയ്ക്ക് വെച്ച് ആക്സിഡന്റ് ആയി, അങ്ങനെ ഈ ഇടയ്ക്ക് 3-4 പ്രാവശ്യം ആക്സിഡന്റ് ആയി. ഇപ്പൊ ആക്സിഡന്റ് ആയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജയിക്കുമായിരുന്നു. ഇല്ല, 5 സബ്ജക്ട് ഞാൻ എഴുതിയെടുത്ത് കഴിച്ചു. ഞാൻ +1 എനിക്ക് കിട്ടിയിട്ടില്ല. +1 എനിക്ക് 4 സബ്ജക്റ്റ് ആണ് തോറ്റത്. എന്നിട്ടും ഞാൻ അത് സേല എഴുതിയെടുത്ത്. പിന്നെ ചുമ്മാ അത് മാസായിട്ട് പറയണ നീ ചുമ്മാ BGM പോള് പറഞ്ഞു. ഒന്നുകൂടെ ആ ഗൈസ് +1 BGM ഇട്ടുതരാം, പറഞ്ഞോ. +1 എനിക്ക് ഫുൾ ജയിച്ചെന്നല്ല, 1-2 സബ്ജക്ട് എന്തോ തോറ്റി. ഫ്ലോ പോയി. +1 4 സബ്ജക്ട് തോറ്റ്. ഇല്ലെന്നല്ല, 4 സബ്ജക്ട് തോറ്റ്. ഞാൻ സ്കൂളിൽ പോകില്ലായിരുന്നു, പഠിക്കൂലായിരുന്നു. പിന്നെ കറങ്ങി നടന്നില്ലെന്ന് പറയല്ല, കറങ്ങി നടന്ന് ലൈഫ് എൻജോയ് ചെയ്ത് കുറെ അനുഭവങ്ങൾ പഠിച്ചു. കുറെ അനുഭവങ്ങളെ കിട്ടി. 4 സബ്ജക്ട് പോയാലും 3 നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ 3 ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് 3 ഞാൻ പാസ് ആയാലും. ഒരു സബ്ജക്ട് എനിക്ക് +2 കയറുമ്പോ അതിൽ എത്ര 18 മാർക്കോ അങ്ങനെ എന്തോ ആണ് സംഭവം. 18-16 മാർക്കും കൂടെ വേണം ഒരു സബ്ജക്റ്റിന്. അത് ഞാൻ +2 ആ സബ്ജക്ട് ഞാൻ പാസ്സായി. അത് ഏതായിരുന്നു? അത് ഹിസ്റ്ററി എന്തോ ആയിരുന്നു. 6 സബ്ജക്ട്. ഹിസ്റ്ററി, ഫിലോസഫി, ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, പിന്നെ ഫിലോസഫി. 2 ഫിലോസഫി ഒന്ന് ഇല്ല, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിലോസഫി. സബ്ജക്ട് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ. ബയോളജി. അപ്പൊ എന്തുകൊണ്ടും ഇപ്പം സേയുടെ റിസൾട്ട് വരും. വീട്ടിൽ ഒന്നും പറഞ്ഞില്ല. വീട്ടില് അറിഞ്ഞ് നാളെ തൊട്ടിറങ്ങി ജോലിക്ക് പോയിട്ട് കഞ്ഞിയും പേറും വാച്ച് കുടിച്ചോളൂ. ഇതൊക്കെ ഫണ്ണായിട്ട് കണ്ണി തീ വെക്കാൻ വേണ്ടി കാണിക്കണേണ്. ഇതൊക്കെ ചുമ്മാ പരീക്ഷ സ്നേഹിക്ക് വേണ്ടി തോറ്റവനെ നോക്കി ഊക്കല്ലേ. അവൻ ജയിച്ചാൽ നിന്റെ വാ ഇന്ന് അടയ്ക്കോ. വീട്ടിലെന്ത് പറഞ്ഞെന്നുള്ളത്? വീട്ടിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സാം പാടാണ്. ഞാനും വിചാരിച്ചു അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഒരു 2-3 തോക്കുന്നാണ് വിചാരിച്ചു. പക്ഷെ 1 തോറ്റുള്ള ഗൈസ്. ആ 1 ഞാൻ സേ എഴുതിയിട്ടുണ്ട്. നമുക്കത് ജയിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇപ്പൊ 15 മിനിറ്റ്സ് ഇപ്പൊ മണി 3:30 ആയി. ഒരു ചായ കുടിച്ച് വരുമ്പോഴത്തേക്ക് 4 മണിയാവും. ടെൻഷൻ ഉണ്ടോടാ? ഇല്ല, ടെൻഷൻ ഒന്നും ഇല്ല. ഞാൻ ഹാർട്ട് ഇല്ലല്ലോടാ. ടെൻഷൻ പറഞ്ഞ് വേറെ എവിടേക്കാണ് പിടിക്കണം. ഹാർട്ടില്ല ഗൈസ്. ഇല്ല, എനിക്ക് കിട്ടോന്ന് ചോദിച്ചാൽ 50-50 ആണ്. ഞാൻ എഴുതിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടില്ല എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടില്ല. എനിക്ക് കാരണം നല്ലപോലെ പഠിച്ചെഴുതാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് എക്കണോമിക്സ് നല്ല പാടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എനിക്ക്. ആണോ? എക്കണോമിക്സ് എന്തൊക്കെയാ ഉള്ളത്?
ശവത്തി ഇപ്പൊ വെക്കാക്കി. പക്ഷെ മറന്നു പഠിച്ച് മറന്നു കുറച്ചാളായി. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ വീട്ടില്? ഇല്ല ഇല്ല. അത് ആക്രി കൊടുത്ത് ബേക്കറി കൊടുത്ത് അവനെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട സമയത്തല്ലേ കളക്കാൻ വിട്ടാ മതിയായിരുന്നു. ഗൈസ് നമുക്കിപ്പോ സമയം ഏകദേശം അടുത്തോണ്ടിരിക്കുകയാണ്. റിസൾട്ട് നോക്കാം. സമയമല്ല, റിസൾട്ട് നോക്കാം. ഒരു മിനിറ്റ്. ഇത് അച്ഛാ നാളെ ഒരു ബായിനെ പറഞ്ഞു വിടണേ. അല്ല നമ്മളെ ബിജോ എന്തായാലും തോക്കും. അപ്പൊ അവന് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലേ. നാളെ തൊട്ട് അച്ഛൻ്റെ കൂടെ കണ്ടറൊക്കെ ആയിട്ട് വർക്ക്. അതിന്റെ അടുത്ത് അത് വേറെ ഇതൊന്നും ഇല്ല. ഓ നല്ല മികച്ച ഒരു ഫണ്ണായിരുന്നു. ഫണ്ണായിരുന്നു. ഇതാണ് പുള്ളി എഴുതി പഠിച്ചോട്ടോ തേടാ. എനിക്ക് എന്റെ Emotional damage. ആദർശത്തിൽ വെച്ചേരൂടാ. ചാവുമ്പോഴായിരിക്കും കൂറ സാധനം വരല്ലേ. നമുക്ക് റിസൾട്ട് നോക്കാം. അപ്പോ ടൈം ആയിരിക്കാണ്. നമുക്ക് നോക്കാം. സൈറ്റ് ഏതാ? കേരള റിസൾട്ട്സ് ഡോട്ട് കേരള റിസോർട്ട് റിസൾട്ട്സ് ഡോട്ട് റിസൾട്ട് കേരള റിസോർട്ടൊക്കെ അയച്ചു വെച്ച് ഡോട്ട് NIC.in. സ്പെല്ലിംഗ് ഒന്ന് അടഞ്ഞൂടാ കൈസ്. ഈ പേരാണ് എന്നെ കളിയാക്കണം. എന്തായാലും പ്ലസ് ടു ജയിച്ചു. കേരള റിസൾട്ട് ഇതാ. കേരള സ്പെല്ലിംഗ് KE. അങ്ങ് അടിച്ചാണ്. അടിക്കണതും പോരാ. അവരുന്ന് കണ്ട്രാക്ക് അടിക്കണാണ് എടുത്ത് വെച്ച് മനുഷ്യനാകുമ്പോ ഇച്ചിരി തെറ്റങ്ങ് റിസൾട്ട്സ് S ഉണ്ട്. നിന്റെയൊക്കെ റിസൾട്ട് അല്ലേ ഇങ്ങനെയൊക്കെ വരൂ. ഒളിപ്പിച്ച് കാണിച്ചു കൊടുക്കില്ലേ? ടെൻഷൻ ഉണ്ടോ? ഇല്ല ജയിക്കും. തോറ്റു പറഞ്ഞ പണ്ടാടക്കി പറഞ്ഞതാ. ജയിച്ച ഒരു ലഡുവിലും മാറ്റുന്നു. കൂമ്പഴ ഇടിച്ചിട്ട് ബൈക്കിനെ വിറ്റ് ഫോണിനെ വിറ്റ് ഞാൻ ഫുഡ് അടിക്കൂടാ. ഓ അവിടെ അതും എന്റെ അന്ന് 3 ലഡു വാച്ച് തിന്നവനാണ്. ഐശ്വര്യമായിട്ട് ഈ സബ്മിറ്റിലും കൊണ്ട് അമക്കിയേ. തീർന്നടാ. ഓ പക്ക മൂലാണെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ. ആയില്ലയോ? ഓക്കെ. അപ്പൊ ഏതായിരുന്നാലും ആള് വേണോ? തോക്കണേ കാണിക്കില്ല. മുള്ളിനെ മുള്ളു കൊണ്ട് തന്നെ എടുക്കും. അതുകൊണ്ട് ആരോമല റിസൾട്ട് നോക്കുമ്പോ നിനക്ക് ഇച്ചിരി ഇതായിരുന്നു അല്ലേ? ഇന്ന് ഞാൻ അവനെ നിർത്തി കത്തിക്കും. ഓക്കെ നിന്നൊക്കെ എന്തിനാ പഠിക്കാൻ പറഞ്ഞ? എന്റെ ലാപ്പ് മാറ്റി. എന്തിനാ പഠിക്കാൻ പറഞ്ഞ? സേം പോയി. ഇനി അടുത്ത വർഷം കമ്പെടുത്താണ് പറ്റി ക്യാബിൽ 2 അടി കൊടുത്തു. മറുപടി എനിക്കറിയായിരുന്നു ജയിക്കുമെന്ന്. എന്നെ പുച്ഛിച്ചവർ ഒറ്റ വാക്കിൽ എന്നെ പുച്ഛിച്ചവരോട് എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കാൻ പറയും. ഞാൻ ജയിച്ചു കഴിച്ചു. എനിക്ക് പ്രത്യേകിച്ച് സുബിന്റെ ആർസായി എന്നെ പറയാനി ഒന്നുമില്ല. 10 കഴിഞ്ഞപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞു നീ പഠിക്കാൻ +1 +2 പോകല്ല. എന്നിട്ട് +2 തോറ്റപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് എറണാകുളത്തോ അവിടെ കൂലിപ്പണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ മോനാണ്. ഇപ്പൊ എന്നിട്ട് പറ ടെൽ മീ ദ ആൻസർ ബ്രോ. വയസ്സ് 18 +2 തോറ്റിട്ട് ഇവനെ ഊക്കി വിട്ടത് ടാർസൻ ഞാൻ എല്ലാവരോട് പാസ്സായി ബിജോയ് അങ്ങനെ ബിജോയ് പാസ്സായിരിക്കാണ്. കഴിക്കാൻ പോ. തോറ്റ് ഒടുവിൽ നീ +2 പാസ്സായി. ഞാൻ തോറ്റില്ല. പിന്നെ ഈ വ്ളോഗ് കാണുന്ന ഏതെങ്കിലും കോളേജിലെ പ്രിൻസിപ്പൽമാരുണ്ടെങ്കിൽ ഗൈസ് അഡ്മിഷൻ കൊടുക്കരുത്. അഡ്മിഷൻ തോറ്റെടുത്തെന്ന് എഴുതി വന്നവനാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി കോപ്പി അടിച്ചവൻ അവൻ. കോപ്പി അടിച്ചില്ല. ഇല്ലേ ഒറ്റയ്ക്ക് റൂമിൽ കൊണ്ടിട്ട് എഴുതിയത്. പിന്നെ അല്ല റൂമിൽ മാറ്റിയിട്ട് എനിക്ക് ബോഡിയൊക്കെ ഒരേ ഉള്ളതുകൊണ്ട് ഒരു റൂമിൽ മാറ്റിയിട്ടാണ് എഴുതിയത്. ഒരവിൽ എഴുതി വെക്കൊന്നും വിചാരിച്ചു. അല്ല ഈ ബോഡി മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇരിപ്പില്ല. അത് കഴിക്കാൻ പറ്റില്ല. പൊറോട്ടയും ബീഫും സീഗ്രേഡ് ഉണ്ട് കേട്ടോ. വലിയ മാർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ജയിച്ചു. പാസ്സായ മതി. പാസ്സായി. ഞാനിന്ന് ചേർന്ന് ഒരു വഴിയാ വെട്ടി വന്നതാ. വിജയ് വീട്ടിൽ പോയി മാസടി. എനിക്ക് ഒരു 50-50 ആയിരുന്നു ജയിക്കുമല്ലേ. പക്ഷെ ജയിച്ചു. സോ ഗൈസ് അങ്ങനെ ബിജോയ് നെക്സ്റ്റ് ലെവലിലോട്ട് പോവുകയാണ്. ഇനിയാണ് ജീവിതത്തിന്റെ തുടങ്ങുന്നതെന്ന് എല്ലാരും വിചാരിക്കും. പക്ഷെ അല്ല, ഇനിയും പഠിക്കണം. ഇനി അതും കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട്. അപ്പോഴേ ലൈഫ് ഉള്ളു തുടങ്ങുള്ളൂ. ഇനി നമുക്ക് അടുത്ത് ഞാൻ ഡിഗ്രിക്ക് പോണെങ്കിൽ അതിന്റെ പൊട്ടിയ റിസൾട്ട് ആയിട്ട് വരുന്നതാണ്. ഇല്ല വൈൻഡപ്പ് ചെയ്തില്ല. ഇവ ഫുഡ് വാങ്ങിച്ചതിന്റെ വൈൻഡപ്പ് ചെയ്യുള്ളൂ. ഇവൻ എനിക്ക് വിശ്വാസമില്ല. വാടാ നാളെ ഫോൺ തരും. അടുത്ത വീഡിയോ കാണാം. ബൈ. ലവ് യു ഓൾ.